നെയ്മറിനോട് ഈ ഒരു റീസെന്റ് സാന്റോസിന്റെ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം പുള്ളിയോട് മീഡിയാസ് ഓഫ് കോഴ്സ് നെയ്മറിനെ കാണുമ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അതിലൊരു ചോദ്യം ചോദിച്ചതാണ്, നിങ്ങളുടെ ഏറ്റവും പ്രൈം കാലഘട്ടം ഏതാണ്, നിങ്ങൾക്ക് ഏറ്റവും പ്രൈമായിട്ട് പീക്ക് നെയ്മറായിട്ട് തോന്നിയ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു. അവർ ഉദ്ദേശിച്ച ഉത്തരം എന്ന് പറയുന്നത് MSN ട്രയോ, ബാഴ്സലോണ ആ ഒരു 3 വർഷം ചാമ്പ്യൻസ് ലീഗ് മറ്റേ ബാലൻഡിയോറിന് റേസ് ചെയ്ത ആ ഒരു കാലഘട്ടം, അതൊക്കെ ആയിരിക്കും ഇവർ ഉദ്ദേശിച്ച ഉത്തരം എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബട്ട് ഇറ്റ് ഈസ് ദ റിയാലിറ്റി. നെയ്മർ പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് PSG തൻ്റെ കാലഘട്ടമാണ് ഏറ്റവും പ്രൈം കാലഘട്ടം എന്നുള്ളത്. അതിനൊരു കാരണമുണ്ട്. പിന്നെ എൻ്റെ കോണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മറിൻ്റെ PSG ഫസ്റ്റ് സീസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നെയ്മറിൻ്റെ പീക്ക് സീസണാണ്. പ്ലേ മേക്കിംഗ്, സ്കിൽസ്, പാസിങ്, ഡ്രിബിളിങ്, ഫിനിഷിങ് എല്ലാം കൂടി കലർന്നു ചേർന്ന ഒരു ടൈപ്പ് ഓഫ് ഡേഞ്ചറസ് വെർഷൻ ആയിരുന്നു നെയ്മറിന്റെ ഒരു PSG ഫസ്റ്റ് സീസൺ എന്ന് പറഞ്ഞത്. എങ്ങനെ അത് ആ നെയ്മറിന് ഒരു ഇഞ്ചുറി വന്നതുകൊണ്ട് മാത്രം നിന്നുപോയൊരു സീസണാണത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സീസണും അതും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സീസണാണ്. മൂന്നാമത്തെ സീസൺ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ PSG പോലത്തെ ടീമിനെ ആദ്യമായിട്ട് എത്തിച്ചു. നെയ്മറിന്റെ PSG സീസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പീക്ക് സീസൺ എന്ന് പറയുന്നത് PSG പക്ഷേ MSN എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ടൈമാണ് നെയ്മറിന്റെ. മെസ്സി, സുവാരസ്, പരസ്പരം അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള കുറച്ച് ടീംമേറ്റ്സും നെയ്മറിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന കുറേ ടീംമേറ്റ്സും വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പ്ലേയേഴ്സും. അപ്പുറത്ത് വേൾഡ് ക്ലാസ് അല്ല എന്നല്ല, ഓക്കെ, കമ്പാരിറ്റീവ്ലി ഇവിടെയാണ് വേൾഡ് ക്ലാസ് എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ കാലഘട്ടമാണ് MSN ട്രയോ എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത് PSG പുള്ളി ക്യാരി ചെയ്ത് കൊണ്ടുപോയിരുന്നു PSG. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇഞ്ചുറി ആ ഒരു കരിയറിനെ അങ്ങോട്ട് നശിപ്പിച്ചു. നമുക്ക് പിന്നെ ആ PSG പോയ പോക്കിന് പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് എൻ്റെ വേറൊരു അഭിപ്രായം, ആ ഒരു ട്രാൻസ്ഫർ. പക്ഷേ ഇപ്പോഴും ആ ഒരു 222 മില്യൺ എന്ന് പറഞ്ഞ ആ ഒരു ട്രാൻസ്ഫർ, കാലഘട്ടം മാറി. ഓരോരുത്തന്മാർക്ക് 1 ബില്യൻ്റെ മുകളിലൊക്കെ ആയി റവന്യൂ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആ ഒരു ട്രാൻസ്ഫറിന് വെല്ലാൻ പറ്റിയൊരു ട്രാൻസ്ഫർ വേറെ ഇല്ലടി. ഇറ്റ്സ് എ ഹാർഡ് റിയാലിറ്റി. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെയാണ് എനിക്കും ആ ഒരു നെയ്മർ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് പറയാനുള്ള കാര്യം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ കോണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ. താങ്ക് യു സോ മച്ച്.